ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. അടുത്തതായി പറയുന്നത് യോഗാനുഷ്ഠാനത്തെക്കുറിച്ചാണ്. അതായത് തൃതീയ സ്കന്ധത്തിലെ 28-ാമത്തെ അധ്യായം തൊട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. യോഗം എന്നാൽ ചിത്തവൃത്തി നിരോധമെന്നാണ് പറയുന്നത്. മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കുവാൻ യോഗമാർഗം സഹായകമാകും. ഏകാന്തമായ ഒരു സ്ഥലത്ത് തനിക്ക് അനുയോജ്യമായ ആസനത്തിൽ കണ്ണടച്ചിരുന്ന് തൻ്റെ ഇഷ്ടദേവതയെ ധ്യാനിക്കണം. പ്രണവമന്ത്രമായ ഓംകാരം ജപിച്ചാൽ മനസ്സിന് ഇഷ്ടദേവതാ സമ്പർക്കം ഉണ്ടാകും. അങ്ങനെ ഓംകാരം ജപിച്ച് ഇഷ്ടദേവതാരൂപം ധ്യാനിച്ചാൽ മനസ്സ് അതിൽ ഏകാഗ്രമാവുകയും അതിൽ ലയിക്കുകയും ചെയ്യും. അതിനുശേഷം പ്രാണായാമം അഭ്യസിക്കുക. പ്രാണായാമത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ശ്വാസവായുവിനെ മൂക്കിൻ്റെ ഒരു ദ്വാരത്തിലൂടെ അകത്തേക്ക് പരമാവധി വലിച്ചെടുക്കുക. ഇതിനെ പൂരകമെന്നാണ് പറയുന്നത്. ശ്വാസവായുവിനെ ആവുന്നത്ര സമയം ശ്വാസകോശത്തിൽ ഒതുക്കി വയ്ക്കുക. ഇതിനെ കുംഭകമെന്നും പറയും. മൂക്കിൻ്റെ മറ്റേ ദ്വാരത്തിലൂടെ ശ്വാസവായുവിനെ നിശേഷം പുറത്ത് വിടുക. ഇതിനെ രേചകമെന്നാണ് പറയുന്നത്. പൂരകവും രേചകവും മന്ദഗതിയിൽ ചെയ്യുന്നതാണ് ഉത്തമം. ശ്വാസനാളം മുഴുവനും ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് കുംഭകത്തിൻ്റെ പ്രയോജനം. കുംഭകത്തിൻ്റെ സമയം നീളുമ്പോൾ ശരീരത്തിലെ സർവ്വനാഡികളും ഉണരുന്നു, സർവശക്തികളും ഉണരുന്നു. ശ്വാസകോശ സംബന്ധമായ മിക്ക രോഗങ്ങളും ഇതുകൊണ്ട് ശമിക്കുന്നു. ഇതുപോലെ ശരീരത്തിനും മനസ്സിനും ഊർജം വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഊർജ്ജസ്വലമായ മനസ്സ് ഇഷ്ടദേവതാ സമ്പർക്കത്തിലൂടെ അവാച്യമായ ആനന്ദം അനുഭവിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് ജീവൻ മുക്താവസ്ഥ എന്ന് പറയും. ഇങ്ങനെയുള്ള മനുഷ്യർ പ്രാരബ്ധ കർമ്മഫലം അനുഭവിച്ച് തീരുവോളം ശരീരം കൊണ്ടു നടക്കുന്നു. പ്രാരബ്ധ അവസാനത്തിൽ മനുഷ്യർ എങ്ങനെ ജീർണിച്ച വസ്ത്രത്തെ കൈവിടുന്നുവോ അപ്രകാരം തന്നെ സ്വന്തം ശരീരത്തെയും കൈവിടുന്നു. അടുത്തതായി പറയുന്നത് തൃതീയ സ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുകയാണ് ഇവിടെ. അതായത് ഭക്തിയോഗ രഹസ്യത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്നത്. സത്വ രജ തമോ ഗുണങ്ങളെ ആശ്രയിച്ച് ഭക്തിയും 3 വിധമാണ്. താമസഭക്തി, രാജസഭക്തി, സാത്വിക ഭക്തി. ഹിംസ, ദമ്പം, മാത്സര്യം എന്നിവയോടുകൂടിയ ഭക്തി താമസഭക്തിയാണ്. ഭോഗം, കീർത്തി, ഐശ്വര്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഭക്തി രാജസഭക്തിയും. കർമ്മം ക്ഷയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ കർമ്മം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടോ വേദവാക്യത്തെ മാനിച്ചുകൊണ്ടോ ഭഗവാനെ ഭജിക്കുന്നവൻ്റെ ഭക്തി സാത്വിക ഭക്തിയാണ്. ശ്രേഷ്ഠമായ ഭക്തി നിർഗുണ ഭക്തി തന്നെയാണ്. ഭക്തൻ ഭഗവത് കഥാശ്രവണ കീർത്തനാദികളിലുള്ള അനുഷ്ഠാനം, മഹാത്മാക്കളുടെ നേർക്കുള്ള ബഹുമാനം, ദീനന്മാരിൽ അനുകമ്പ, ആത്മതുല്യന്മാരോട് മൈത്രി എന്നിവ നിർഗുണ ഭക്തന്മാരിൽ നിറഞ്ഞിരിക്കും. ഗംഗാനദി സദാ സമുദ്രോന്മുഖമായിരിക്കുന്ന പോലെ നിർഗുണഭക്തന്മാരുടെ മനസ്സ് സദാ ഭഗവത് ഉന്മുഖമായിരിക്കും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് തൃതീയ സ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുകയാണ്.
ഇനി പറയാൻ പോകുന്നത് ദേഹാദികളിൽ ആസക്തന്മാർ പാപം ചെയ്യുന്നത് മൂലം അധോഗതിയെ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. സ്വകുടുംബ സംരക്ഷണം ഏത് ഗൃഹസ്ഥനും ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ അത് ചെയ്യുന്നത് സത്യധർമാദികൾക്ക് അനുസൃതമായിരിക്കണം. സത്യധർമാദികൾക്ക് വിരുദ്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്പ്രയോജനമായി കാണുമ്പോൾ അവൻ അസംതൃപ്തനായി തീരുന്നു. സത്യധർമാദികൾക്ക് വിരുദ്ധമായി കുടുംബപോഷണം ചെയ്യുന്നത് പാപമാണ്. ഏത് പാപത്തിന് എത്ര കാലം ഏത് നരകത്തിൽ പീഡനം എന്നൊക്കെ വ്യവസ്ഥയുണ്ട്. ഇഹലോകത്തിലെ നിയമം തെറ്റിക്കുന്നവരെ എങ്ങനെയോ അങ്ങനെ പരലോകത്തിൽ പാപി ശിക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഭക്തൻ ചെയ്യുന്ന കർമ്മങ്ങൾ സഫലങ്ങളാവും. അതുകൊണ്ട് അയാൾ എപ്പോഴും സംതൃപ്തൻ തന്നെ. അഭക്തൻ്റെ കർമ്മങ്ങൾ എല്ലാം വിഫലമാണ്. അതിനാൽ അവൻ എന്നും അസംതൃപ്തൻ തന്നെയാണ്. ഭക്തൻ ഒടുക്കം ഭഗവാനെ കണ്ടുകൊണ്ട് ദേഹം വെടിയും. പാപി ഒടുവിൽ യമഭടന്മാരെ കണ്ട് പേടിച്ച് മരിക്കും. യാതൊരുവിധമായ ഭക്തിയുമില്ലാത്ത പാപിയുടെ സ്ഥിതി ഇതാണ്. അടുത്തതായി തൃതീയ സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ഈ അധ്യായത്തിൽ അമ്മയുടെ ഉദരസ്ഥിതമായ ജീവന് ദേഹം സിദ്ധിക്കുന്ന ക്രമത്തെക്കുറിച്ചാണ് വിവരിക്കാൻ പോകുന്നത്. അത് അടുത്ത ദിവസം പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ വിവരിച്ചതെല്ലാം ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.